ചേരും. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് വന്നതിനു ശേഷം ചേരുന്ന ആദ്യ യോഗമാണ്. യോഗത്തിൽ പുനഃസംഘടനാ ചർച്ചകൾ പ്രധാന വിഷയമാകും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലവും ബന്ധപ്പെട്ട രാഷ്ട്രീയ നാടകങ്ങളും വിലയിരുത്തും. PV അൻവറിന്റെ UDF പ്രവേശനം, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരൂർ നിലപാടുകൾ, KPCCയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, വിശദാംശങ്ങൾ പറയാം. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് വന്നതിന് ശേഷമുള്ള നേതൃയോഗമാണ് ഇന്ന് ചേരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. AICC യോഗമാണ് ഇന്ന് ചേരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇന്നത്തെ KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രധാന കാര്യങ്ങൾ, അതായത് KPCC DCC പുനഃസംഘടന തന്നെയാണ്. KPCCയുടെ പ്രസിഡന്റ്, 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ മാത്രമാണ് ഇതുവരെ നിയോഗിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു പുനഃസംഘടന ജില്ലാ തലത്തിൽ അനിവാര്യമാണെന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു. അത്തരത്തിൽ ഒരു അഭിപ്രായം അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു KPCC ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പലപ്പോഴായി പല ആവർത്തി ഈ DCC പുനഃസംഘടനയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും വലിയ തരത്തിലുള്ള വിയോജിപ്പ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ട് തൽക്കാലം DCC പുനഃസംഘടന വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ KPCCയുടെ കാര്യത്തിൽ അതങ്ങനെയല്ല. KPCC പ്രസിഡന്റും KPCC 3 വർക്കിംഗ് പ്രസിഡന്റുമാരും മാത്രമാണ് ചുമതലയേൽക്കുന്നത്. ഒപ്പം UDF കൺവീനറും. ഇത് കൂടാതെ ബാക്കിയുള്ള ഭാരവാഹികളെ കണ്ടെത്തണം. 40ഓളം KPCC ഭാരവാഹികളെ കണ്ടെത്താനാണ് ഇപ്പോൾ നീക്കം. സാധാരണഗതിയിൽ KPCC ഭാരവാഹികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. ഇത്തവണ അത് വേണ്ട, 40 ഭാരവാഹികൾ മതിയാവും. കൂടുതൽ ഭാരവാഹികളെ നിയമിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത് ശരിയല്ല. മാത്രവുമല്ല, ഗ്രൂപ്പിന് അതീതമായി, ജാതി മത സമവാക്യങ്ങൾക്ക് അതീതമായിട്ട് വേണം KPCC ഭാരവാഹികളെ നിയമിക്കേണ്ടതെന്നും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ KPCC നേതൃയോഗം നടത്തുമ്പോഴൊക്കെ തന്നെ ഈ പങ്കെടുക്കാൻ മുതിർന്ന നേതാക്കന്മാരെ ക്ഷണിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തവണ ഒട്ടുമിക്ക മുതിർന്ന നേതാക്കന്മാരെ ക്ഷണിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തവണ മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത നിലനിൽക്കുക. എന്തായാലും 10 മണിക്കൂർ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് ആരംഭിക്കും. അജിന, നിലവിൽ ഇന്നത്തെ യോഗത്തിൽ പുനഃസംഘടനാ ചർച്ചകളൊക്കെ പ്രധാന വിഷയമാകും. നിലവിൽ PV അൻവറിന്റെ UDF പ്രവേശനമടക്കം ചർച്ചാ വിഷയമാകുമ്പോൾ VD സതീശൻ അടക്കം കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞതാണ് ആ വാതിൽ കൊട്ടി അടഞ്ഞതാണെന്നും പിന്നെയും ഇത് ചർച്ചയാവുമ്പോൾ എത്തരത്തിലായിരിക്കും കോൺഗ്രസ് ഇതിനെ എടുക്കുന്നത്? PV അൻവറിന്റെ UDF പ്രവേശനം സാഹചര്യമാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം PV അൻവറിനെ UDFൽ എടുക്കേണ്ട എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതേസമയം മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചർച്ചയാകാം എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നേതൃയോഗത്തിൽ PV അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ച വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനൊപ്പം സണ്ണി ജോസഫും മാറുകയായിരുന്നു. കാരണം PV അൻവർ മുന്നണിയിലേക്ക് വന്നാൽ തന്നെ ഒരു ഉറച്ച നിലപാട് ഒപ്പം നിന്ന് എടുക്കില്ല. നേരത്തെ LDFിനോടൊപ്പം നിന്നപ്പോൾ തന്നെ അത് വ്യക്തമായതാണ്. അതുകൊണ്ട് നിലപാടിന്റെ വ്യക്തതയില്ലാത്ത ഒരാളിനെ UDFിലേക്ക് വേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉന്നയിച്ച ഒരാളാണ് PV അൻവർ. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ ഇനി എന്തിനാണ് UDFിലേക്ക് എടുക്കുന്നത് എന്നുള്ള ഒരു നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് അറിയാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗിലെ താല്പര്യം PV അൻവറിനൊപ്പം നിർത്തണമെന്നാണ്. വരാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒപ്പമുണ്ടെങ്കിൽ വലിയ തരത്തിൽ സീറ്റ് പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അങ്ങനെ അൻവറിന് കൂടെ നിർത്തി കഴിഞ്ഞാൽ ചില മുനിസിപ്പാലിറ്റികളൊക്കെ ഒപ്പം കൊണ്ടുവരാൻ കഴിയും എന്നാണ് ലീഗിന്റെയും വിലയിരുത്തൽ. മാത്രവുമല്ല, ചില നേതാക്കന്മാർ അൻവറുമായി ചില കൂടിക്കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് MK മുനീർ ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ അൻവറിന്
അൻവറുമായുള്ള ചർച്ചയിലൊക്കെ തന്നെ UDF എടുക്കുന്നതിനുള്ള ചർച്ചയാകാമെന്ന നിലപാട് തന്നെയാണ് ലീഗിന്റെ നേതാക്കന്മാർക്കും ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ KPCC നേതൃയോഗം ഇത് ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ലീഗിന്റെ നേതൃയോഗവും കോഴിക്കോട് ചേരുന്നുണ്ട്. അപ്പോൾ രണ്ട് നേതൃയോഗങ്ങളും ഇത് ചേരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എന്തായാലും അൻവറിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് ഒരു പക്ഷേ ചർച്ച ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിനാണ് ശരി. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരുകയാണ്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് വന്നതിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ്. യോഗത്തിൽ പുനഃസംഘടനാ ചർച്ചകൾ പ്രധാന വിഷയമാകും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലവും ബന്ധപ്പെട്ട രാഷ്ട്രീയ നാടകങ്ങളും വിലയിരുത്തും. PV അൻവറിന്റെ UDF പ്രവേശനം, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരൂർ നിലപാടുകൾ, KPCCയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.